നിവിൻ പോളി, അതെ നമ്മുടെ നിവിൻ പോളി, അയാൾ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു. വമ്പൻ ട്രാൻസ്ഫോർമേഷൻ. അയാൾ തന്റെ ഏറ്റവും പുതിയ സിനിമയുടെ പോസ്റ്ററും വിട്ടു. ഫസ്റ്റ് പോസ്റ്ററേ മൾട്ടിവേഴ്സ് മന്മഥൻ. അതെ, ഒരു സാധാരണ സിനിമയല്ല കേട്ടോ, ഇതിന് വലിയ പടമാണ്. ആദിത്യൻ ചന്ദ്രശേഖറാണ് പടത്തിനെ ഡയറക്ട് ചെയ്യുന്നത്. ഒരു മിന്നൽ മുരളിയുടെ ഛായാചില്ലേ ഡോക്ടർ സ്ട്രേഞ്ചിലെ മൾട്ടിവേഴ്സ് യൂണിവേഴ്സ് പോലെയെങ്കിൽ തികച്ചും സാങ്കല്പികം മാത്രം. ഒരു ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ മൂവിയാണ്. അതും അല്ലെങ്കിൽ ഒരു പാരലൽ വേൾഡ് മൂവി ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഒരു സൂപ്പർ ഹീറോ മൂവി, പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ ഒരു പാൻ ഇന്ത്യൻ മൂവി, അതും മലയാളത്തിൽ. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ മൾട്ടിവേഴ്സ് സൂപ്പർ ഹീറോ മൂവി എന്ന് പറയാം. മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മിന്നൽ മുരളി, ഇപ്പൊ അതേ മന്മഥൻ, ഇനി വരുന്നത് ആരൊക്കെയാണെന്നോ. കുറെ നാളായിട്ട് പുള്ളിയുടെ കംബാക്കിന് വേണ്ടി നമ്മളൊക്കെ കുതിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ സംഭവം പൊളിക്കുന്ന എനിക്ക് തോന്നുന്നു. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയാൻ പാടില്ല, നമ്മുടെ സൂപ്പർ ഹീറോസിന്റെ പേര് മുരളി, പപ്പൻ, മന്മഥൻ, എന്തിനാ ഇങ്ങനെ? ശിവകാർത്തികേയനും AR മുരുകദാസും നമ്മുടെ അനിക്കുട്ടനും കൂടി ചേർന്നൊരു പടം ഇറക്കുന്നുണ്ട്. മദ്രാസി എന്ന് പേരിട്ടുന്ന സിനിമയിൽ വിദ്യുത് ജമാൽ, ബിജു മേനോൻ എന്നിവരാണ് മറ്റു നടന്മാർ. നമ്മുടെ ഇളയതളപതി വിജയണ്ണൻ ഇപ്പൊ സിനിമ എടുക്കണമല്ല. സോ നമ്മുടെ SKക്ക് തുപ്പാക്കി പോലത്തെ ഒരു പടം വേണമെന്നൊരു ആഗ്രഹം. ഇതിന്റെ പിന്നിൽ വേറൊരു കഥ കൂടി ഉണ്ട്. നമ്മുടെ വിജയണ്ണൻ ബീസ്റ്റിന് പകരം ചെയ്യേണ്ടിരുന്ന സിനിമയായിരുന്നത്. പുള്ളി കമ്മിറ്റ് ചെയ്താണ്. പക്ഷെ ഈ പടം എങ്ങനെയോ അന്ന് മുടങ്ങിപ്പോയി. അങ്ങനെ മുടങ്ങിയപ്പോൾ വിജയ് എന്ത് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തിട്ട് ബീസ്റ്റിലേക്ക് കയറി. അത് ഈ പടം കൂടെ നീക്കി വെച്ചു. ആ പടം അങ്ങനെ ഇന്ന് കറങ്ങി തിരിഞ്ഞ് ജൂനിയർ വിജയ്ക്ക് എത്തി, അതായത് നമ്മുടെ SKയിലെത്തി. എന്തായാലും പടത്തിന്റെ ടൈറ്റിൽ ഗ്ലിംസ് കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടു. മദ്രാസി, നമ്മുടെ മ്യൂസിക് ചെയ്തേക്കുന്നത് നമ്മുടെ അനിക്കുട്ടനാണ്. അധികം വേഗം പടം തിയേറ്ററിലെത്തുന്ന പ്രതീക്ഷ. അടുത്തത് നമ്മുടെ മെഗാസ്റ്റാറിന്റെ കളങ്കാവൽ. ജിതിൻ ജോസ് ഡയറക്ട് ചെയ്ത മമ്മൂക്ക പടത്തിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. ബ്രഹ്മയുഗത്തിന് ശേഷം മമ്മൂക്ക നെഗറ്റീവ് റോൾ ചെയ്യുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ. പടത്തിലെ മെയിൻ ഹൈലൈറ്റ് വിനായകനാണ്. വിനായകൻ നായകനും മമ്മൂക്ക വില്ലനും. അല്ലെങ്കിലും അതാണല്ലോ ശീലം, എല്ലാ സ്റ്റീരിയോ ടൈപ്പും ബ്രേക്ക് ചെയ്യുക. സൂര്യപടം, സൂര്യ 46, അതായത് വടിവാസലിന് ശേഷം നമ്മുടെ സൂര്യ പടം കൺഫേം ആയിട്ടുണ്ട്. അടുത്ത് തന്നെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരും. ഒരു അമൽ നീരദ് പടമായിരിക്കുന്നതാണ് അറിയുന്നത്. പടത്തിന്റെ ഫൈനൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൂര്യ തന്നെയാണ്. നമ്മുടെ അനിക്കുട്ടനാണ് ഇതിന്റെയും മ്യൂസിക്. തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് അമൽ നീരദിന്റെ അരങ്ങേറ്റം കൂടിയായിരിക്കും ഈ ഒരു സിനിമ. എല്ലാവരും കാത്തിരിക്കണമല്ലോ, ഞാനും കാത്തിരിക്കുകയാണ്. സ്ലോ മോഷനിലെ സൂര്യകാരനാണ്. വീണ്ടും ഒരു സൂര്യപ്പടം. ആദ്യം തന്നെ ഒരു റൂമർ പറയാം, ബേസിൽ ജോസഫ് സൂര്യ വെച്ചിട്ട് സൂര്യ 47 എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തു. പക്ഷെ അതല്ല കേട്ടോ, നമ്മുടെ വെങ്കി ഇല്ലേ, വെങ്കി, ലക്കി ഭാസ്കറിന്റെ ഡയറക്ടർ, പുള്ളിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ജി പ്രകാശ് കുമാറാണ് മ്യൂസിക്. ഇതൊരു പീരിയോഡിക് സിനിമയായിരിക്കും. എത്ര സിനിമയല്ലേ സൂര്യ അനൗൺസ് ചെയ്തത്, ഇതൊക്കെ എന്ന് നടക്കുമെന്നു. ആ കങ്കു കാരണം മൊത്തത്തിൽ അടികിട്ടി. ആ റോളക്സ് ഒന്ന് ഷൂട്ടിങ് തുടങ്ങിയിരുന്നെങ്കിൽ. എന്നാൽ ഞാൻ വീണ്ടും വേറൊരു സസ്പെൻസ് പറയാം. വീണ്ടും ഒരു സൂര്യപടം. എണ്ണം മാത്രം ചോദിക്കരുത്, ആകെ പടത്തിന്റെ ലൈനപ്പ് പോയിരിക്കുകയാണ്. എന്തായാലും ഒരു പാൻ ഇന്ത്യൻ തെലുങ്ക് മൂവി ആയിരിക്കും, ഒരു മിത്തോളജിക്കൽ മിസ്റ്ററി മൂവി. ഇനി തെലുങ്ക് പടം കൂടി കാണണമല്ലോ. അതും ഇത് ആരെ ഡയറക്റ്റ് ചെയ്യണമെന്നറിയോ? നമ്മുടെ കാർത്തികേയ 2 ഒക്കെ ഡയറക്റ്റ് ചെയ്ത ചന്തു ആണ്. വലിയ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത്. പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരെന്നറിയോ? പുഷ്പരാജ്, അതെ, അല്ലു അർജുൻ. ഇനിയാണ് മെയിൻ LCU, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു യൂണിവേഴ്സ്. കൈദി, വിക്രം, ലിയോ, ഈ സിനിമകളൊക്കെ LCUവിന്റെ ഭാഗമാണല്ലോ. കാർത്തി, സൂര്യ, കമൽ ഹാസൻ, വിജയ് എന്നിവരൊക്കെ LCUവിന്റെ ഭാഗമായി കഴിഞ്ഞു. സോ കട്ട ഫാൻ ബേസ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി LCUവിൽ വരാനുള്ളത് കൈദി 2, വിക്രം 2, റോളക്സ്. ഇതൊക്കെ ലോകേഷിന്റെ ഡയറക്ഷനിൽ വരാൻ പോകുന്ന സിനിമയാണ്. പക്ഷെ LCU എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഒരു ബോളിവുഡ് ഫീൽ. ലോകേഷിന്റെ യൂണിവേഴ്സിനെ കുറച്ചും കൂടി വൈഡാക്കിയിട്ട് ലോകേഷിന്റെ തന്നെ സ്ക്രിപ്റ്റും സ്റ്റോറിയിലും മറ്റ് ഡയറക്ടേഴ്സ് കൂടി LCUവിലേക്ക് വരികയാണ്. അതിലാദ്യം ഭാഗ്യരാജ് ബെൻസ് എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തു. ലോകേഷിന്റെ സ്ക്രിപ്റ്റിൽ രാഘവ ലോറൻസ് ആണ് ബെൻസിൽ ലീഡ് ചെയ്യുന്നത്. ഇത് കൊള്ളാല്ലേ. നമ്മുടെ മാർവൽസിലൊക്കെ പലരും വന്ന് ഡയറക്റ്റ് ചെയ്തൊരു സ്പിൻ ഓഫ് എടുക്കില്ലേ, അതുപോലെ. പക്ഷെ അണ്ണന്റെയാണ് കഥയെല്ലാം. വീണ്ടും ഒരു LCU എൻട്രി. ജി സ്ക്വാഡിന്റെ ബാനറിൽ ലോകേഷിന്റെ തിരക്കഥയിൽ പുതിയ LCU എൻട്രി ലോഡിംഗ് ആണ്. നെക്സ്റ്റ് എൻട്രി ധനുഷാണ്. മറ്റൊരു ഡയറക്ടറാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത്. മാവീരൻ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത മദൻ ഹർഷയായിരിക്കും ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ധനുഷും നമ്മുടെ LCUവിലേക്ക് വന്നു. ഇനി എന്താണ്?